എല്ലാവർക്കും ആദിഷ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഫ്രീ ഫയറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ നമുക്ക് പുതിയ അപ്ഡേറ്റിലെ ക്യാരക്ടർ പുതിയ വന്നിട്ടുണ്ട്. ലീല എന്ന് പറയുന്നൊരു ക്യാരക്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എനിക്കറിയില്ല. ഓക്കെ, എൻ്റെ പ്രൊഫൈൽ പിക്ക് അതാണ്. എനിക്ക് ക്യാരക്ടറുണ്ട്. ഇതാണ് ആ ക്യാരക്ടർ, ഈ ഒരു പ്രൊഫൈൽ പിക്കിലുള്ളത്. എനിക്ക് ആ ക്യാരക്ടർ ജസ്റ്റ് ഞാൻ നോക്കട്ടെ ഗൈസ്. കുറേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. നോക്കട്ടെ. ഓക്കെ, നമുക്ക് ഈ ക്യാരക്ടറിനെ വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഈ എബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ലീല എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. വെൻ ഹിറ്റിംഗ് എനിമീസ് ഓർ വെഹിക്കിൾ വിത്ത് റൈഫിൾസ് റെഡ്യൂസസ് എനിമീസ് മൂവ്മെൻറ്റ് സ്പീഡ് ബൈ ഗരീനായി മൂവ്മെൻറ്റ് സ്പീഡിൻ്റെ കാര്യമാണ് എപ്പോഴും ഇവർ വെക്കാറ്. ഓക്കെ, അപ്പോൾ ഗ്ലൂ വാൾ ഇട്ടാൽ എക്സ്ട്രാ ഒരു ഗ്ലൂ വാൾ നമുക്ക് കിട്ടും ഗൈസ്. അപ്പം മിസ്റ്റർ വാഗറിനെ പറ്റിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് 3-4 ഗ്ലൂ വാളോ ഒറ്റ ഇതിൽ തന്നെ കിട്ടും ഗൈസ്. അങ്ങനെയുള്ളൊരു ചാൻസസ് ഒക്കെ ഉണ്ട്. നമുക്ക് എയർ ഡ്രോപ്പ് കൊടുക്കാം. എനിക്ക് മറ്റേത് ഇഷ്ടമല്ല ഗൈസ്. അപ്പം നമുക്കുണ്ടല്ലോ ഗൈസ്, ഇവിടെ വെറുതെ നമുക്കൊരു ക്ലാസ് സ്ക്വാഡ് മാച്ച് കളിക്കാം. മീൻസ് റാങ്ക്ഡ് അല്ല, അൺറാങ്ക്ഡ് ഒരു ക്ലാഷ് സ്ക്വാഡ് മാച്ച് കളിക്കാം. വെറുതെ കളിക്കാം ഗൈസ്. ഓക്കെ, വെറുതെ ഇമോട്ടൊക്കെ കിട്ടാം. സ്റ്റാർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ മാച്ച് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ബർമുഡ മാപ്പിലാണ്. ഓക്കെ, നമുക്കെന്തായാലും ക്യാരക്ടറിനെ പറ്റിയുള്ളൊരു റിവ്യൂ ഒക്കെ പറയണം. പുതിയ അപ്ഡേറ്റിൽ ഫുൾ ഐസാണ് ഗൈസ്. ഐസാണ് ഈ അപ്ഡേറ്റിൻ്റെ മെയിൻ പ്രത്യേകത. ഞാൻ G8 എടുത്തിട്ടുണ്ട് ഗൈസ്. അത്യാവശ്യം പ്രോ പ്ലേയേഴ്സ് ഉണ്ട്. അത്ര പ്രോ പ്ലേയേഴ്സ് ഇല്ല, എന്നാലും കുഴപ്പമില്ലാണ്ടുണ്ട് ഗൈസ് പ്രോ പ്ലേയേഴ്സ്. നമുക്ക് വേറെ അടിച്ചാൽ ഗൈസ്. ഞാനിപ്പോൾ ഗെയിം നിർത്തിയിട്ട് കുറച്ച് ടൈമായി. അപ്പം എനിക്ക് ഗെയിം നിർത്തിയോണ്ട് എൻ്റെ കളി ഫുള്ളും പോയേക്കാം. കളിച്ചിട്ടുമില്ല ഇതുവരെ. കണ്ട ഗൈസ്, ഇങ്ങനെ പോയി. ഇത്ര ഞൂങ്ങ് കളിയായി. ഞാനാണെങ്കിൽ ഞാൻ കുറേ നാൾ ആയിട്ട് ഞാനിത് കളിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ കളിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അപ്പം ഉള്ള കളിയും പോയി. ബാക്കിയുള്ള ഇവനെന്താ കാണിക്കണേ? നോക്കായി. ഇനി മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഡൈസ് ഇറക്കിയപ്പോൾ കിട്ടിയ പേരാണെന്ന് തോന്നണ് ഗേസ്. പക്ഷെ ഇവനെന്താ AFK ആണ്? നമുക്ക് മറ്റേ ഇമോഷൻ ഇതില്ലേ, നമുക്ക് ഡൗട്ടല്ല. ഇവനെന്നാണ് AFK നിൽക്കണോ? ഓക്കെ ഗേസ്, അപ്പം നമ്മുടെ ടീമിൽ ഒരാൾ 1v3 സിറ്റുവേഷനാണ് ഗേസ്. 1v3 സിറ്റുവേഷൻ. തോറ്റു ഗേസ്. 1v3 സിറ്റുവേഷൻ കഷ്ടമുള്ള ഗേസ്. അപ്പോൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് പുതിയ ക്യാരക്ടർ. ഗൈസ്, എക്സ്ട്രാ ഗ്ലൂ വാൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഗ്ലൂ വാളിൻ്റെ HODയിൽ ഗ്ലൂ വാളിൻ്റെ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ്ട്രാ ഒരു ഗ്ലൂ വാൾ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, നമ്മുടെ പെറ്റിനെ നമുക്ക് വിളിക്കാം. ഞാൻ മലയാളിയിൽ നിന്നാണ് ഗൈസ് പേരിട്ടേക്കണം പെറ്റിന്. എങ്ങനെയുണ്ട് ഗൈസ് പേര്? മലയാളി എന്നുള്ള പേര് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഗൈസ്. പിന്നെ കമൻറ്റിലൊന്നും ഇടാം മലയാളി പൊളി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പെറ്റ് പൊളി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം കേട്ടോ. സപ്പോർട്ടിലാണ് നമ്മൾ 0 ആണ്. 0 നമുക്ക് ഇതാക്കണം. അടിക്കണുണ്ട്. ഗ്ലൂട്ട് സ്കോപ്പ് ചെയ്തടിച്ചിട്ട് നോക്കായി. അമ്മായി ചവിട്ടെ. നമുക്ക് നമ്മുടെ ടീംമേറ്റിനെ സ്പെക്ക് ചെയ്യാം. ഇല്ല, ടീംമേറ്റ് അല്ല, സ്ക്വാഡ് പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് അത് ഇടയ്ക്കിടയ്ക്ക് കോള് വരും ഗൈസ്. അത് നിങ്ങളത്ര കാര്യമാക്കണ്ട. വുഡ് പെക്കർ എടുത്തിട്ടുണ്ട് ഗൈസ്. വുഡ് പെക്കറും കൊണ്ട് നമുക്കിനി കളിക്കാം.
വുഡ് പെക്കർ എടുത്തിട്ടുണ്ട്. ഹെയർ ഡ്രോപ്പിലോട്ടെ, എയർ ഡ്രോപ്പ് പോട്ടെ. അപ്പോൾ ഓക്കെ. ഓക്കെ, എയർ ഡ്രോപ്പിൽ പതുക്കെ കയറി. ഗ്ലൂ ഇട്ട് ഗൈസ് നമുക്ക് മെഡ് അടിക്കാം. അവര് നമ്മളടിക്കുന്നുണ്ട്. ഈ കളി ബൂയ അടിക്കണം ഗൈസ്, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും ഇപ്പം നമ്മുടെ സ്ക്വാഡിൽ നിന്ന് ആരും പോയിട്ടില്ല. നോക്കട്ടെ. ഇല്ല ഗൈസ്, ഹൗമാർക്കിന് പാടാണ്. 4v1 ആണ്, അല്ല 1v4 ആണ്. 1v4 എടുത്തിട്ടുണ്ട്. CW കൊണ്ട് എനിക്ക് ഇത്തിരി പാടാണ്. CW കൊണ്ട് ഇത്തിരി അടിക്കാൻ. ഞാൻ MP40 എടുക്കാം ഗൈസ്, വുഡ് പെക്കറിന് പകരം. ഇതിന് എയർ ഡ്രോപ്പിലോട്ട് തന്നെ പോവാ. എനിക്ക് AW ഭയങ്കര പാടായി. CW എന്ന് വെച്ചാൽ മീൻസ് AW മറ്റേ ഓട്ടോമാറ്റിക് സ്കോപ്പാണല്ലോ, അതാണ് എനിക്ക് പറഞ്ഞ ഏറ്റവും വലിയ പ്രശ്നം. ഹൊറിസോണ്ടൽ ലൈൻ ഗൈസ്, റെക്കോർഡിങ്ങിൻ്റെ ബട്ടൺ ഓക്കെ. നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട് ഗൈസ്, സ്കോപ്പ് ചെയ്യട്ടെ. ഓക്കെ, ഒരു നോക്ക്, AW നോക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് AW അത്യാവശ്യം കളിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ആരും ഇല്ല. ഓക്കെ, ഗൈസ് കൊന്നിട്ടുണ്ട്. അത്ര AW MVP ഈ റൗണ്ട് MVP അടിച്ച്. അത്ര AW ഒക്കെ അത്ര ഉള്ളൂ. ഒരു സൂപ്പർ മെഡ് വാങ്ങാം ഗൈസ്, ഹെൽമെറ്റ് ഇത്തിരി കൂട്ടാം. ഗ്ലൂ വാൾ എടുത്തിട്ടുണ്ട്, ഗ്രനേഡ്, മഷ്റൂം എടുക്കാം, ഗ്ലോമീറ്റർ റിപ്പയറും എടുക്കാം. ഓക്കെ ഗൈസ്. AW വെച്ചൊരു കളിക്കണം. പക്ഷേ അവർക്ക് AW ഉണ്ട്. ഓക്കെ ഗൈസ്, ഒരു നോക്ക്. നമുക്കൊരു മെഡ് അടിക്കാം. രണ്ടാമത്തെ നോക്ക്. AW കളിയാണ്. ഓക്കെ അടിച്ചിട്ടുണ്ട്. ഇത്രയുള്ളൂ. നമുക്ക് ഗൈസ് നമുക്ക് ഹീലാവാം. പറ്റിയില്ല ഗൈസ്, കുഴപ്പമില്ല ഗൈസ്. നമ്മുടെ ടീംമേറ്റ് വന്നിട്ടുണ്ട്. അടി ജയിച്ച്. എൻ്റെ AW കളി എങ്ങനെ ഉണ്ടെന്നൊന്ന് നിങ്ങൾ പറയണം കേട്ടോ. AW എനിക്ക് ബെറ്റർ ആക്കണം എന്നുണ്ട്, ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ ഇതിൽ AW എടുക്കാം, N94 എടുക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഈ നേരത്തെ അതിൽ ലിമിറ്റഡ് ഇതുണ്ടായിരുന്നു, ഇപ്പോഴത്തെ ഇതിലില്ല, ലിമിറ്റഡ് ഇല്ല, അല്ല അൺലിമിറ്റഡ് ഉണ്ടായിരുന്നു മണി. അപ്പോൾ അങ്ങനെ കിട്ടിയ എനിക്ക് MP40 എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്. എന്ത് ചെയ്യാനാണ്, മണിയില്ല. AW ഞാൻ എടുത്ത് പോയി.
ഓക്കെ നോക്ക് ഗൈസ്. ഓക്കെ അത് സീനായിരുന്നു സെറ്റായിരുന്നു. എയർ ഡ്രോപ്പ് പൊട്ടിക്കാം. മെഡടിക്കാം ഗൈസ്, മെഡടിക്കാം. ഗൈസ് എനിക്ക് ഹൊറിസോണ്ടലായി വാങ്ങാൻ പറ്റിയില്ല, വെറുതെ അല്ല. ഹൊറിസോണ്ടലായി വാങ്ങാൻ പറ്റിയില്ല ഗൈസ്. അടി നൈസ്. എടാ സെറ്റ് കളിയോടെ ഇവൻ ഫ്രണ്ട് ആക്കിയാലോ. സെറ്റ് കളി നേരത്തെ അങ്ങനെ നമ്മൾ സെറ്റ് കളി. ബൂയ അങ്ങനെ നമ്മൾ ഈ കളി ബൂയ അടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഈ കളി ബൂയ അടിച്ചു ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും ഈ കളി ബൂയ അടിച്ചിട്ടുണ്ട്. ഓക്കെ നമുക്കെല്ലാം കൂടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് മൈ നെയിം ക്യാരി MVP അടിച്ചതിൻ്റെ ഇത് ഗൈസ്. നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ലോൺ വുൾഫ് കളിക്കാം. ബുക്ക് അങ്ങനെ ഇട്ടില്ല, പുതിയ ഇട്ടണം. നമുക്ക് വെറുതെ ഒരു ലോൺ വുൾഫ് കളിക്കാം. ഓക്കെ ഗൈസ്, ഈ ലോൺ വുൾഫിൽ എനിക്ക് ഇച്ചിരി പാടാണെന്ന് തോന്നുന്നു. പക്ഷെ പാസ് ചെയ്യേണ്ടി ചിലപ്പോൾ 2 സ്കിൽ എടുക്കാൻ കിട്ടുമായിരിക്കും. നമ്മൾ വെപ്പൺ സെലക്ട് ചെയ്യണം ഗൈസ്. ഞാൻ ഗ്രോസയും ഡെസേർട്ട് വേണ്ട. ഗ്രോസ മതി. ഗൈസ് പുതിയ അപ്ഡേറ്റിൽ മറ്റേതില്ല സ്കില്ല്. നമ്മളറിയാം ഗൈസ്. അവനിത് അങ്ങോട്ട് പോണേ. എനിക്ക് ലോൺഫിള് പറ്റണ പ്രശ്നം ഇതാണ് ഗൈസ്. അതായത് എനിക്കിത് പറ്റില്ല. അതായത് പെട്ടെന്ന് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എനിക്ക് എടുക്കാൻ പറ്റില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പെറ്റിനെ വിളിച്ചിട്ടുണ്ട്. മലയാളി അടിച്ച് കയറി പക്ഷെ ഞാനേ ഈ കളി ഞാൻ പൊട്ടും കേസ് ഉറപ്പാണ്. ഞാൻ പൊട്ടും കേസ് ഉറപ്പാണ്. ഞാൻ ഈ കളി വിട്ടു. ഇല്ലല്ലോടാ, എനിക്ക് ആ എബിലിറ്റി കറക്റ്റായിട്ട് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവണില്ല കേസ്. കറക്റ്റ് എബിലിറ്റി എനിക്ക് എന്തോ മനസ്സിലാവണില്ല. എന്തൊക്കെയോ വെറുതെ അറിയാം. ഓക്കെ ഗൈസ്. അപ്പം ഗൈസ് ഇതേത് കൊണ്ടാ M187 കൊള്ള. ഞാൻ പൊട്ടി ഗൈസ്. പൊട്ടിയാണ്. അതാണ് 1 ടാപ്പ് കിട്ടി. നല്ല ഉഗ്രം 1 ടാപ്പ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നല്ല അടിപൊളി 1 ടാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലതാ ഈ 1 ടാപ്പൊക്കെ കിട്ടുന്നത് വളരെ നല്ലതാ. ഞാൻ ഇവിടെ AFK എന്നാലോ ഗൈസ്. നമുക്ക് AFK നിൽക്കാം. എന്താവോ ആളുടെ അവസ്ഥ നമുക്ക് നോക്കാം. AFK നിൽക്കാം. ഓക്കെ AFK നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല ഗൈസ്. AFK എന്നാ അങ്ങനെ ഒന്നും ഞാൻ വിചാരിച്ചില്ല. ഓക്കെ ഗൈസ് മാച്ച് പോയിന്റാണ്. ഇനി നമുക്ക് കൂടെ പറക്കാം ഗൈസ്. ഫ്ലെയിം ഞാൻ കുഞ്ഞതൊക്കെ എടുക്കാണല്ലോ. മിനി ഫ്ലെയിം ത്രോവറും WM വേണ്ടായിരുന്നു ഗൈസ്. പ്രശ്നമാ.
ഓക്കെ ഗൈസ്, ഒരു പോയിൻ്റെങ്കിൽ ഒരു പോയിൻ്റ് നമ്മൾ എടുത്തിരിക്കുന്നു. ഗൈസ് എനിക്ക് അങ്ങനെ ക്ലീൻ ഷീറ്റ് എടുക്കാൻ താല്പര്യമില്ല ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഒരു പോയിൻ്റെങ്കിൽ ഒരു പോയിൻ്റ് എന്നും പറഞ്ഞ് ഞാൻ കളിച്ച്. AWM എടുത്തത് ആൾക്ക് ഇത്തിരി പണിയാണെന്ന് തോന്നി. പക്ഷെ ഞാൻ വെറുതെ എടുത്താണ് AWM. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും പ്രോ പ്ലേയേഴ്സിന് AWM നല്ല പാടായിരിക്കും. ഓക്കെ, എന്തായാലും ബൂയ കിട്ടിയില്ല ഗൈസ്, ബൂയ കിട്ടിയില്ല. എനിക്ക് ശരിക്കും എൻ്റെ കളി പോയെന്ന് പറഞ്ഞാൽ ശരിക്കും കളി പോയി. ഉള്ള കാര്യമാണ് ഗൈസ്. ഞാൻ കുറേ നാളായിട്ട് കളിച്ചിട്ടില്ല, അത് മെയിൻ കാര്യം. അതുകൊണ്ട് തന്നെ കളിയെല്ലാം പോയി അങ്ങോട്ട്. നമുക്ക് വുഡ് പാക്കറിൻ്റെ ഈ ഒരു സ്കിന്നിട്ടുണ്ട്. ഈവോ ഒക്കെ പോലെ ഉണ്ട് ഗൈസ്, നല്ല രസമുണ്ട്. നമുക്ക് ബൂയ പാസ് എടുത്താലോ ഗൈസ്? നിങ്ങളെന്ത് പറയുന്നു? ഞാൻ അങ്ങനെയാണെങ്കിൽ ടോപ്പ് ചെയ്യാം. ഇതാണ് മെയിൽ, ഞാൻ കാണിച്ചു തരാം ഗൈസ്. എന്നിട്ട് നമുക്ക് എടുക്കണോ വേണ്ടോ എന്ന് കമൻ്റ് ഇടൂ. ഓക്കെ ഗൈസ്, അപ്പം നമുക്കിങ്ങനെ ഇതാണ് നമുക്ക് കിട്ടണം മെയിൽ ബണ്ടിൽ. നല്ല ബണ്ടിലാണ്. മറ്റേ വാലറൻ്റ് കളിക്കുന്നവർക്ക് അറിയാം, ഹാർബറിനെ പോലെ ഉണ്ട് കാണാൻ. ഇനി ഒരു ഫീമെയിൽ ബണ്ടിൽ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഓക്കെ ഗൈസ്, അതൊന്ന് ആവട്ടെ. 96, 97, 98, 98, 100. ഓക്കെ, ഇതാണ് ഗൈസ് ഫീമെയിൽ ബണ്ടിലും. നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് യൂസ് ചെയ്യാൻ വേണമെങ്കിൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്റ്റൻ ജോസ് ബണ്ടിൽ. ഓക്കെ, നമുക്കിനി മെയിൽ ബണ്ടിലിൻ്റെ പേരും കൂടെ നോക്കാം. ക്യാപ്റ്റൻ ടെൻഡക്കിൾസ് ബണ്ടിൽ, എലിമിനേറ്റും നോക്ക്ഡൗൺ. നല്ലതാണ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഈ ഒരു ഇമോട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ക്യാപ്റ്റൻ വിക്ടർ എന്ന് പറഞ്ഞ ഈ ഒരു ഇമോട്ട്. പിന്നെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വുഡ് പാക്കർ ഫുൾ ഗൺ സ്കിൻ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ബാക്ക് പാക്ക് കിട്ടുന്നുണ്ട്. ലെവൽ 1 ഇതാണ്, ലെവൽ 2 ഇതാണ്, ലെവൽ 3 ഇതാണ്. ബാക്ക് പാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു സ്കൈ ബോർഡ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ലൂട്ട് ബോക്സ് കിട്ടുന്നുണ്ട്, അത് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ലൂട്ട് ബോക്സും കിട്ടുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു സിമ്പലൊക്കെ കിട്ടും. അപ്പം നിങ്ങൾ പറയുക, ഞാൻ ഈ ബൂയ പാസ് എടുക്കണോ വേണ്ടയോ, പ്രീമിയം എടുക്കണോ? ഫ്രീ ഞാൻ എടുക്കുന്നില്ല, ഞാൻ പ്രീമിയം എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളത് പറയൂ. 399 പ്രീമിയത്തിന്. പ്രീമിയം പ്ലസിന് 899. ഇപ്പം ഞാൻ അവിടെ 4 ഡയമണ്ട് ടോപ്പപ്പ് ചെയ്തിട്ടുള്ളൂ. ഞാൻ ടോപ്പപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ലെവലപ്പ് പാസ് വാങ്ങിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ 2 ലെവലും കൂടെ കഴിഞ്ഞാൽ എനിക്ക് 200 ഡയമണ്ട് കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ മെമ്പർഷിപ്പ് എടുക്കണോ എന്നുള്ളതും എനിക്ക് നല്ല സംശയമുണ്ട്. ഞാൻ മന്ത്ലി എടുത്താലോ എന്ന് ആലോചിക്കുകയാണ്, പക്ഷേ അത് നടക്കില്ല. ഇനി UX6 പിന്നെ കുഴപ്പമില്ലായിരിക്കില്ല. ഞാൻ എന്തായാലും ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എനിക്ക് ഈ ഒരു ബണ്ടിലൊക്കെ കിട്ടണം നല്ല ആഗ്രഹമുണ്ട് ഗൈസ്. പക്ഷേ എന്ത് ചെയ്യാൻ, ടോപ്പപ്പ് ചെയ്യുകയാണെങ്കിൽ റെഡീം കോഡൊന്നും കാര്യങ്ങളൊന്നും ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പറയുക, റെഡീം കോഡ് തരും. പക്ഷേ ഞാൻ റെഡീം കോഡ് തരുന്നതിന് എനിക്ക് ഇത് കിട്ടണം, വാല്യൂ കിട്ടണം. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത്. നമുക്കതായത് മോട്ടിട്ട് വെറുതെ ഇരിക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് വെറുതെ ഒരു കഷ്ടത്തിനല്ല, നമുക്കൊരു കാര്യം ചെയ്യാം, വെറുതെ ട്രെയിനിങ്ങിൽ പോവാം. ഓക്കെ, വെറുതെ നമുക്ക് ട്രെയിനിങ്ങിൽ പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ വിചാരിച്ചത്. അപ്പോൾ OB46 എന്താണ്, എങ്ങനെയാണ്, പിന്നെ OB46ൻ്റെ അപ്ഡേറ്റ്സ് എന്താണ് ഗൈസ്, നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ കണ്ടതാണത്. ഓക്കെ ഗൈസ്, നമുക്കൊരു പുതിയ M1014 ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ ഒരു പുതിയ സാധനം. ഇത് പണ്ടേ ഉണ്ടോ ഗൈസ്? എനിക്കൊരു സംശയമുണ്ട്, പണ്ടേ ഉണ്ടോ ഇത്? ഓ ഗൈസ്, ഇത് കിഡിലോണ്ടാ. ഓ ഗൈസ്, ഇത് കിഡിലാണ്. ഓക്കെ ഗൈസ്, അപ്പം ഞാനിപ്പോൾ വരാവേ, നമുക്ക് വരാവേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു ഗണ്ണാണെന്ന് എനിക്ക് തോന്നുന്നു ഇതായിട്ടുള്ളത്, മീൻസ് കറക്റ്റായിട്ടുള്ളത്. നമുക്കെന്തായാലും ഇവിടെ പോയിട്ടുണ്ടല്ലോ ഗൈസ്, അവരെ ഒന്ന് നിർത്താം, മീൻസ് സ്റ്റില്ലാക്കാം. എന്നിട്ട് നമുക്ക് വെറുതെ ഒന്ന് അടിക്കാം.
ഓക്കെ, വെറുതെ ഒന്ന് ഹെഡ് എടുത്ത് നോക്കട്ടെ. പക്ഷെ ഇതായിരിക്കും മിക്കവാറും. ഓക്കെ ഗൈസ്, എന്തായാലും ഇതൊരു കിടിലം കണ്ണ് തന്നെയാണ്, സെറ്റ് കണ്ണ് തന്നെയാണ് ഗൈസ്. ഇത് ഹെഡൊക്കെ ഒറ്റ ഹെഡിന് കണ്ട, ഒറ്റ ഹെഡ്. അപ്പം എനിക്ക് തോന്നുന്നു ഒറ്റ ഇതായിരിക്കും. നമുക്കൊരു 1 ടാപ്പ് ട്രൈ ചെയ്താലോ ഗൈസ്? എനിക്ക് 1 ടാപ്പ് അടിക്കണം എങ്ങനെയാണെന്നും കൂടെ ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് 1 ടാപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ വരിക, ടിക്ക് പോലെ ഞാൻ കാണിച്ചു തരാം. ഹെഡിൻ്റെ അവിടെ കൊണ്ടുപോകട്ടെ. ഓക്കെ, ഒരു ടിക്ക് പോലെ നമ്മളിങ്ങനെ കണ്ട ഗൈസ്, ഇത് കണ്ടില്ലേ? ഞാൻ ചെയ്തേക്കുന്ന കണ്ടില്ലേ? ഒരു സി പോലെ ആ സി വരച്ചാൽ കണ്ട 1 ടാപ്പ്. ഡാമേജ് എത്രയാണ് നോക്ക് നിങ്ങൾ. ആ 1 ടാപ്പിനാണ് ഈ ഞാൻ പറഞ്ഞ 1 ടാപ്പ്. സോ ഈ ഒരു ഗൺ നല്ലൊരു ഗൺ തന്നെയാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് M1014. M10 അല്ലേ? M10 ഉണ്ടെന്ന് തോന്നുന്നു കേസ്. ഞാൻ കളി നിർത്തി പോകേണ്ട എല്ലാം മറന്നുപോയി. ഓക്കെ ഗേസ്, ബോഡിയിൽ 26. ബോഡിയിൽ എത്ര ഉണ്ട് ഗേസ്? ഹെഡ് നല്ല കയറുന്നുണ്ട്. ഹെഡ് നിങ്ങൾ ആ ഡാമേജ് സ്റ്റാറ്റ്സ് ഒന്ന് നോക്കുക ഗേസ്. ഡാമേജ് സ്റ്റാറ്റ്സ് നോക്കുക, എഫക്റ്റീവ് ഡാമേജ് നിങ്ങൾ നോക്ക്, പിന്നെ ഡാമേജ് പെർ സെക്കൻഡ് അത് നിങ്ങൾ നോക്ക് ഗേസ്. കണ്ട 909 കയറി വരണുണ്ട് ഗേസ്. 946 കണ്ട ഗൈസ്. ഞാൻ 1 ടാപ്പ് ചെയ്യുമ്പോഴുള്ള ഇത് കണ്ട നിങ്ങൾ, ഡാമേജ് കൂടണണ്ട. മീൻസ് ഒറ്റ അടിയിലൊക്കെ 900 കയറണുണ്ടോ? അതാണ് ഗൈസ് ഞാൻ പറയണത്. 1 ടാപ്പ് ചെയ്യുമ്പോൾ നല്ല ഡാമേജ് വരും. എനിക്ക് ഇവനെ ജസ്റ്റ് ഒന്ന് വെറുതെ 1 ടാപ്പ് ചെയ്യാം. ഓക്കെ, ക്രോസ് ഹെയർ ജസ്റ്റ് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ, എനിക്ക് ക്രോസ് ഹെയർ എപ്പോഴും ഓക്കെ നൈസ്. 1 ടാപ്പ് ആയില്ല. നമുക്ക് എന്തായാലും ഇവിടെ ഉള്ള ഒരാളെ നമുക്ക് പോയിട്ട് 1 ടാപ്പ് ചെയ്ത് നോക്കാം. വെറുതെ നമുക്ക് പോയി 1 ടാപ്പ് ചെയ്യാം. ഓക്കെ, അതെങ്ങനെയോ കയറി ഗൈസ്, എങ്ങനെയോ ഹെഡ് കയറി. ഓക്കെ, ദാറ്റ്സ് എ 1 ടാപ്പ്. ഇനി ഇവിടെ 1 ടാപ്പ്, ഇനി ഇവിടെ 1 ടാപ്പ് ഹെഡ്. ഇതും 1 ടാപ്പ്, പിന്നെ ഇതും 1 ടാപ്പ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ 1 ടാപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ഇത് തിരിക്കേണ്ടത് ഒരു C ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു ടിക്ക് ഷേപ്പിലായിരിക്കണം. ഓക്കെ, കണ്ടോ ഗൈസ്? ഇതിനാണ് 1 ടാപ്പ് എന്ന് പറയുക. അതായത് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഹെഡ് കണ്ടില്ലേ ഗൈസ്? ഡാമേജ് പോലും അവിടെ കാണിച്ചില്ല. 1 ടാപ്പ് കണ്ട, 1 ടാപ്പ്. അതേ 1 ടാപ്പല്ലെന്ന് തോന്നി. ഇടയ്ക്ക് അങ്ങനെ നല്ല പറല് വരുമ്പോൾ കണ്ട, അത്ര ഉള്ളു ഗൈസ്. ഞാൻ ഇപ്പോൾ ബോഡി ഷോട്ടാണ് കണ്ട. 1 ടാപ്പ്, ഒരു 1 ടാപ്പ് കൂടി ഞാൻ അടിച്ച് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, അത്ര ഉള്ളു ഗൈസ്, അത്ര ഉള്ളു ഈ 1 ടാപ്പും കാര്യങ്ങളും ഒക്കെ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ട്രെയിനിങ് ഗ്രൗണ്ട്സിൽ പോയിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. എന്തായാലും നമുക്ക് ട്രെയിനിങ് ഗ്രൗണ്ടിൽ പോവാം. ഞാൻ എൻ്റെ ഗണ്ണൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടൊന്ന് എടുക്കട്ടെ ഗൈസ്. എൻ്റെ ഗൺസ് എനിക്ക് വുഡ് പെക്കർ വേണം ഗൈസ്. നമുക്ക് വെറുതെ വുഡ് പെക്കറും കൊണ്ടൊരു പ്രാക്ടീസും ആവുമല്ലോ. എവിടെ ഗൈസ് വുഡ് പെക്കർ? വുഡ് പെക്കർ എവിടെ ഗൈസ്? കാണുന്നില്ലല്ലോ. വുഡ് പെക്കർ കിട്ടി. ഇനി നമുക്കൊരു പാൻ എടുക്കാം ഗൈസ്. പാൻ എനിക്ക് ഇത്തിരി പ്രോ ആയിട്ടുള്ള സാധനമാണ്. ഞാൻ പാൻ എടുക്കാം. ഓക്കെ, മതി ഗൈസ്. അപ്പം നമുക്ക് നേരെ ട്രെയിനിങ് ഗ്രൗണ്ട്സിൽ പോവാം. ഓക്കെ, ഞാൻ ട്രെയിനിങ് ഗ്രൗണ്ട്സിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ വെറുതെ പോയിട്ട് ചെയ്യട്ടെ. ഗൈസ്, നമ്മൾ അടിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒരാളടിച്ചിട്ടുണ്ട്. ഹെഡ് ആരോ അടിച്ച് നമ്മളെ ഹെഡ്. നമ്മളിപ്പോൾ ഓക്കെ ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും
ഒരു ബിഗ് സല്യൂട്ട്. കാരണം നിങ്ങൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് ഉണ്ടാവണ ആ ഒരു സന്തോഷം അത് വേറെയാണ് ഗൈസ്. അപ്പം ഇത്ര നേരം കണ്ട എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത്ര നേരം കണ്ട എല്ലാവർക്കും ഹാപ്പി ഓണം. പിന്നെ എല്ലാവരും കണ്ടതിന് സന്തോഷം. സോ ബൈ ഗൈസ്, ബൈ.